വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് സാർ എന്ന് നമ്മൾ വിളിക്കുന്ന SIR, അത് വന്നു കഴിയുമ്പോൾ നമ്മളെയൊക്കെ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും? വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം രാജ്യം മുഴുവൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയതിന്റെ വിവരങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കിയാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാകുമ്പോൾ പുതിയ പരിഷ്കരണ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അതിനു മുമ്പ് എങ്ങനെ ആ പട്ടികയിൽ നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വഴി നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് നമ്മൾ ഈ പട്ടിക പുതുക്കുന്നതിൽ നമ്മൾ ഒരു ഫോം മാത്രം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ പറയുന്ന 12 രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം നൽകേണ്ടി വരുമോ? നമ്മൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുമോ? നമുക്ക് വോട്ടുണ്ടാകുമോ? നമുക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായി ഈ വോട്ടർ ലിസ്റ്റ് പരിഷ്കരണത്തിൽ നമുക്കുണ്ടാകുന്ന പാളിച്ചകൾ, അതായത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റു വിഷയങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ചെയ്യും. വളരെ സിമ്പിളാണ്. അതായത് നിലവിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നായിരിക്കും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സമഗ്രമായി സംസാരിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്ത് അവസാനമായി വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം, അതായത് SIR നടപ്പിലാക്കിയത് 2002-ലാണ്. 2002-ൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പിന്നീട് ഇപ്പോൾ വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയ ദൂരീകരണത്തിന് 2002-ൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇപ്പോഴത്തെ ലിസ്റ്റിലുണ്ടെങ്കിൽ അവർ പ്രത്യേക രേഖകളൊന്നും നൽകേണ്ടതില്ല. അതായത് സർക്കാർ പറയുന്ന 12 രേഖകളിൽ ഒന്നും നൽകേണ്ടതില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രത്തൻ കേൽക്കർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം അറിയിച്ചതാണ് ഈ വിവരങ്ങൾ. അത് 2002-ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾ മറ്റുള്ള രേഖകളൊന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക ഫോം ഉണ്ട്, ആ ഫോം മാത്രം ഫില്ലപ്പ് ചെയ്ത് നൽകിയാൽ മാത്രം മതിയാകും. ഇനി അല്ലാത്തവരാകട്ടെ എന്ന് പറയുമ്പോൾ 2002-ന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരും പുതുതായി പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്നവരും നമ്മുടെ ആധാർ കാർഡ് അടക്കം 12 രേഖകളിലൊന്ന് തെളിവായി നൽകണം. അതായത് സർക്കാർ നിർദ്ദേശിക്കുന്ന 12 രേഖകൾ. മറ്റു സംസ്ഥാനങ്ങളിൽ ആധാർ കാർഡ് സ്വീകരിക്കില്ലായിരുന്നു. അതായത് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ പ്രക്ഷോഭമൊക്കെ നടത്തിയത്. അത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ കേരളത്തിൽ ആധാർ കാർഡും ഒരു മാനദണ്ഡമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയം. അതായത് നമ്മുടെ ആധാർ കാർഡും നമുക്ക് ഇതിന്റെ തെളിവായി നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. അതായത് ഇതിന്റെ പരിഷ്കരണം നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ BLOമാർ നമ്മുടെ വീടുകളിൽ എത്തി വേണ്ട നിർദ്ദേശങ്ങൾ തരും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രത്തൻ കേൽക്കർ അറിയിച്ചിട്ടുള്ളത്. അതായത് SIR നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി. SIR എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന്റെ അബ്രിവേഷൻ. അതായത് അതിന്റെ പൂർണ്ണ രൂപം അതാണ്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ്. അല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, ആരും ഭയപ്പെടേണ്ടതില്ല. ഞാൻ വഴിയെ പറഞ്ഞു തരാം എല്ലാം തന്നെ. അതായത് കേരളത്തിൽ നാളെ മുതൽ ഷെഡ്യൂൾ ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് നിരവധി ആശങ്കകളാണ് മലയാളികൾക്ക് മുന്നിലുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 2002-ലാണ് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ അവസാനമായി SIR
ഇന്ത്യയിൽ രൂപീകൃതമായത്, അതായത് പുനഃപരിഷ്കരിച്ചത് അവസാനമായി. അപ്പോൾ ആ 2002 ആ റോൾ ആണ് ബേസിക് ഡോക്യുമെന്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ളത്. അടുത്ത വരാൻ പോകുന്ന SIRലേക്ക് വേണ്ടിയിട്ട് 2002 എടുത്തതാണ് ബേസിക്കായി അവർ പരിഗണിക്കുന്നത്. അതിൽ ഒരു ഇന്റൻസീവായി അല്ലെ സമഗ്രമായ ഒരു വിശകലനം നടത്തിയിട്ടാണ് ഈ വരാൻ പോകുന്ന SIR നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പഴയ ലിസ്റ്റിൽ ഒരു സമഗ്രമായ ഒരു വിശകലനം നടത്തും. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പിന്നീട് മാനദണ്ഡങ്ങൾ, അതായത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള 12 ഡോക്യുമെന്റുകളിൽ ഒരെണ്ണം ഏതെങ്കിലും കൊടുത്താൽ മതി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 2025 ഈ പുതിയതായി ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുള്ളത്. ആ ലിസ്റ്റിൽ ഉള്ളവർ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന SIRൽ എന്തെങ്കിലും രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരുമോ, അവർ ഓട്ടോമാറ്റിക്കായി ആ ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ആശങ്കകൾ. അതിനുത്തരമായി രത്തൻ കേൽക്കർ പറയുന്നത്, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്, 2002 SIR നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടവർ ആരും തന്നെ പുതിയതായി യാതൊരു രേഖയും നൽകേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഫോം മാത്രം ഫില്ലപ്പ് ചെയ്ത് നൽകിയാൽ മതി. അപ്പോൾ ആ വിഭാഗക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇനി 2002 നമ്മളില്ല എന്ന് വെക്കുക. അതിനുശേഷമാണ് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നത്. 2002 ഇലക്ഷൻ കമ്മീഷനിൽ, അതായത് ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എന്ന് വെക്കുക. പിന്നീട് പുതുതായി പേര് ചേർത്തവരും നാളിതുവരെ ഈ 2025 വരെ പേര് ചേർത്തവരും 2002 മുതൽ 2025 വരെ പുതുതായി വോട്ടർ ലിസ്റ്റിൽ ചേർന്നവരും ചേരാൻ ഉദ്ദേശിക്കുന്നവരുമൊക്കെ സർക്കാർ നിർദ്ദേശിക്കുന്ന 12 രേഖകളിൽ ഒരെണ്ണം ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കർ നമ്മളോട് പറയുന്നത്, വിശദീകരണമായി പറയുന്നത്. 12 രേഖകൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് ഹാജരാക്കാവുന്നതാണ്. അതെല്ലാം തന്നെ നമ്മുടെ കൈവശം ഉള്ളത് തന്നെയാണ്. ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി വെക്കാം എന്നുള്ളതേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പയ്യെ പറയാം. അതായത് 2002 ശേഷം പുതുതായിട്ട് വരുന്ന എല്ലാ വോട്ടർമാരും അവരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്താൽ മാത്രമേ SIRൽ പങ്കാളിയാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിനായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലും BLOമാർ വരും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം. നിലവിൽ നമ്മുടെ SIRൽ പേരില്ല എന്ന് വെക്കുക. അതിനായി നമ്മൾ ഒരു പ്രത്യേക ഫോമിൽ ഫില്ലപ്പ് ചെയ്ത് നൽകേണ്ടതുണ്ട്. നമ്മുടെ ഐഡന്റിറ്റിയും പ്രൂവ് ചെയ്യാനായി അതിന്റെ രേഖകൾ കൊടുക്കേണ്ടതുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ BLOമാർ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരും. അവർ അതിന്റെ വെരിഫിക്കേഷൻ നടത്തും. ഇതിന് മുന്നോടിയായും തന്നെ BLOമാർ വീടുകളിൽ വരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുമ്പോൾ, ഈ BLOമാർ വീട്ടിൽ വരുമ്പോൾ ഈ 2002 ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തവർ വീടുകളിൽ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത്? അവർക്കൊരു പ്രശ്നമായി മാറുകയില്ലേ? അവർ വെരിഫിക്കേഷൻ വരുമ്പോൾ, BLOമാർ വീട്ടിൽ വരുമ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, BLOമാർ വീട്ടിൽ വരുമ്പോൾ, വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ BLOമാർക്ക് തന്നെ സ്വയം വീട്ടിൽ ഇല്ല എന്ന് അറിയിപ്പ് കിട്ടുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്. അവരുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അവരെ കൊണ്ട് ഓൺലൈനായി അപേക്ഷ ചെയ്യിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് രത്തൻ കേൽക്കർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് വിദേശത്തായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് SIRൽ ഉൾപ്പെടില്ല എന്ന ഒരു ഭയം വേണ്ട. വീട്ടിൽ BLOമാർ വരുമ്പോൾ നമ്മൾ കൃത്യമായി തന്നെ വീട്ടിൽ ഇല്ലാത്തവരുടെ ലിസ്റ്റ് കൊടുക്കുക. അവരെ BLOമാർ നേരിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ്.
ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെ ഇനി അവർക്ക് എന്തായാലും ഓൺലൈനും അപേക്ഷ സമർപ്പിക്കാൻ അറിയാത്തവരെ അല്ലെങ്കിൽ സാധിക്കാത്തവരെ ഈ BLOമാർ തീർച്ചയായും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചാൽ തീർച്ചയായും അവർ സഹായിക്കും എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് BLOമാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ഇന്ന ആളുകൾ നമ്മുടെ വീടുകളിലില്ല, അവർ ഇന്നടത്താണ് ജോലി ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ ബന്ധപ്പെടാനുള്ള മാനദണ്ഡങ്ങളും കൊടുക്കണം. അതായത് ഫോൺ നമ്പർ, മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഓൺലൈനിലായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണല്ലോ. അതിൽ ഏതെങ്കിലും ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ബന്ധപ്പെടിപ്പിച്ച് ഈ SIRൽ ഉൾപ്പെടുത്തേണ്ടതാണ് തീർച്ചയായും. പിന്നെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ BLOമാർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലില്ലെങ്കിലോ, ഇപ്പോൾ പലയിടത്തും തൊഴിലുറപ്പ് ജോലികളായാലും അങ്ങനെയായാലും എല്ലാ ജോലികളിലും ഏർപ്പെട്ട് നമ്മുടെ വീട്ടിൽ മിക്കവാറും ഒക്കെ ആളില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന് പരിഹാരമായി ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് BLOമാർ വീടുകളിൽ വരുന്നത് മുൻകൂട്ടി നമ്മളെ അറിയിക്കും. അതിന് ഒരു അറിയിപ്പ് തരും എന്നുള്ളതാണ്. ഞാൻ ഇന്ന സമയത്ത് നിങ്ങളുടെ വീടുകളിൽ പരിശോധനയ്ക്കായി വരും, എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരും എന്ന് മുൻകൂറായി അറിയിക്കും എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്തായാലും മുൻകൂറായി നമ്മൾ അറിയിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ BLOമാർ എത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ കൃത്യമായും നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് തീർച്ചയായും അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ പോലും പേര് വിട്ടുപോകാതെ അതിൽ ചേർക്കാൻ കഴിയുകയുള്ളൂ. BLOമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിവുള്ളവരും ആയിരിക്കണം. അംഗങ്ങളെ കുറിച്ച് കൃത്യമായ വിവരം ധാരണയുമുള്ളവരുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് അവരുടെ BLOമാരുടെ കൈവശം നൽകാൻ സാധിക്കും. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ തന്നെ അവർ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇനി BLOമാർ വീടുകളിൽ വരുന്ന അന്വേഷണത്തിന് വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും പേര് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് റിമൂവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ടു പോയവരുടെയൊക്കെ പേര് റിമൂവ് ചെയ്യണമല്ലോ, അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പട്ടിക പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും അവിടെ പരാതിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ BLOമാർ വീടുകളിൽ വരുമ്പോൾ കൃത്യമായ രേഖകൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു നട്ടല് എന്ന് പറയുന്നത് NRIs ആണ്. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആശങ്കകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരിഹരിക്കപ്പെടേണ്ടത്. അവരുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കുമോ, എങ്ങനെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഒരു സംശയങ്ങൾ. അപ്പോൾ അത്തരക്കാർക്ക് ചെയ്യേണ്ടത്, അതിനൊരു പരിഹാരമായി ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ അറിയിക്കുന്നത്, നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് വിദേശികൾക്ക് അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള സഹായങ്ങളും ചെയ്യാം എന്നാണ് അവർ നമുക്ക് ഉറപ്പ് തരുന്നത്. അല്ലാതെ മറ്റ് മെസ്സേജുകളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇനി അതല്ലാതെ നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട്, അതായത് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നതിൽ കൃത്യമായും ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് പ്രവാസി തിരിച്ചറിയൽ കാർഡ് കിട്ടും അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ. ആ കാർഡ് കൃത്യമായി വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് പല ഉപകാരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അതായത് പിന്നീട് നമ്മുടെ വിദേശ ജീവിതം കഴിഞ്ഞ് തിരികെ നാട്ടിൽ വരുമ്പോൾ പെൻഷൻ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തീർച്ചയായും നോർക്ക റൂട്ട്സിൽ ഒരു അപേക്ഷ നൽകി അതിൽ അംഗത്വം എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവസാനം ഈ SIRൽ നോർക്ക റൂട്ട്സ് വഴി ആളിനെ നമുക്ക് പരിചയപ്പെടുത്താനും അതുവഴി ഈ SIRൽ ചേരാനുമുള്ള, അതിൽ പരാതികൾ പരിഹരിക്കപ്പെടാനുമുള്ള സൗകര്യം അതുവഴി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഒരു സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രത്യേകമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആധാർ കാർഡ് എല്ലാവരും ശരിയാക്കി വെക്കുക എന്നുള്ളതാണ്. ആധാർ ഒരു മാനദണ്ഡമായി
നമ്മുടെ SIR പരിഗണിക്കും എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത് ആധാർ കാർഡ് ലിങ്ക് ചെയ്യേണ്ടിടത്തുള്ള എല്ലാം ലിങ്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായി മാറരുത്. ആധാർ കാർഡ് 70% ആളുകളും നമ്മുടെ കേരളത്തിൽ എടുത്തിട്ടുണ്ട്. അത് ലിങ്ക് ചെയ്തിട്ടേണ്ട സ്ഥലങ്ങളിലെല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ചെയ്തിട്ടില്ലാത്തവർ അതും കൂടി കൃത്യമായി നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ കയ്യിലുണ്ട്, അത് ലിങ്ക് ചെയ്യേണ്ടിടത്തെല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി പരിശോധിച്ച് വെക്കുക. കാരണം ആധാർ കാർഡ് SIRന് ഒരു പ്രധാന മാനദണ്ഡമായി പരിഗണിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതായത് 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യല്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വഴി ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോകൾ കാണുന്നത് ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ സ്വയം ചെയ്യാൻ അറിയില്ലെങ്കിൽ, കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം മൊബൈൽ എല്ലാം നന്നായി ഉപയോഗിക്കാൻ കൃത്യമായി അറിയുന്ന കുട്ടികളാണ്. കുട്ടികളുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ മരുമക്കളുടെയോ ഒക്കെ സഹായത്തിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പേരുകൾ പരിശോധിക്കേണ്ടതാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അതിലില്ലാത്തവർ കൃത്യമായും ഈ രേഖകൾ ഉണ്ടാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ SIRന് നമ്മുടെ വീട്ടിൽ BLOമാർ വരുമ്പോൾ നമുക്ക് കൃത്യമായ വിവരങ്ങൾ നൽകി അതിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനായി ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത്. മൊബൈൽ ഉപയോഗിച്ച് മൊബൈലിൽ Google Chrome ഓപ്പൺ ചെയ്ത് അതിൽ ഞാൻ പറയുന്ന വെബ്സൈറ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവും. ആ വെബ്സൈറ്റ് കൃത്യമായി അടിക്കുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും. ആ വെബ്സൈറ്റിന്റെ പേരാണ്, അതായത് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് electoral.eci.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് ഇലക്ടോറൽ സെർച്ച്, സ്പെല്ലിംഗ് ഞാൻ പറയാം, electoralsearch.eci.gov.in, അതായത് gov.in. അത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പേജ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവും. അതായത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം 3 രീതിയിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് വെബ്സൈറ്റിൽ പേരില്ലെങ്കിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ കൃത്യമായി ഞാൻ മുൻപ് പറഞ്ഞ രേഖകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ഈ വെബ്സൈറ്റിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ, 2002 പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ സാധിക്കും. 3 രീതികളിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, അതിനായി നമ്മുടെ കയ്യിൽ നമ്മുടെ വോട്ടർ ID ഉണ്ടായിരിക്കണം. വോട്ടർ ID നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ വോട്ടർ ID കൈവശമുള്ളവരായിരിക്കും തീർച്ചയായും. അപ്പോൾ ആ വോട്ടർ ID എടുത്ത് കയ്യിൽ വെക്കുക. അതിൽ ഒരു 10 അക്ക നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ തെറ്റാതെ അതിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്യാനായി ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തന്നെ എൻ്റർ ചെയ്യുക. കൂടാതെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. മൊബൈൽ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രീതികൾ എന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രൽ ID-യുടെ നമ്പർ കൊടുത്ത് നമുക്ക് പരിശോധിക്കാം. പിന്നീട് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ, അത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റിൽ പരിശോധിക്കാം നമ്മുടെ പേര് അതിൽ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി. ഇനി ആദ്യമായി വോട്ടർ ID ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അതിൽ നമ്മുടെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് കണ്ടെത്തുക. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വോട്ടർ ID ഉണ്ടാകുമല്ലോ, തീർച്ചയായും ഉണ്ടാവും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ആ നീല നിറത്തിലുള്ള ഒരു ഭാഗമുണ്ട്,
സെർച്ച് ബൈ എപ്പിക് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. അതിന് നേരെ അതിലാണ് ആ നീല നിറത്തിൽ സെർച്ച് ബൈ എപ്പിക് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ വരുന്ന ഭാഗത്ത് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടാകും, അതിൽ തന്നെ എൻ്റർ ചെയ്യുക. സിമ്പിളാണ്. ആ എൻ്റർ ചെയ്യാനുള്ള ഭാഗത്ത് കൃത്യമായും വോട്ടർ ഐ ഡി നമ്പർ എൻ്റർ ചെയ്തിട്ട് തൊട്ട് താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടാകും. ആ ക്യാപ്ച കോഡ് എന്ന് പറയുന്നത് കൃത്യമായി തെറ്റാതെ അതിന്റെ തൊട്ടുപുറത്ത് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടാകും. അതിൽ നോക്കി ക്യാപ്ച കോഡ് അവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വോട്ടർ ഐ ഡിയിൽ കാണുന്ന 10 അങ്ക നമ്പർ എൻ്റർ ചെയ്യുക. അതിന് പുറത്ത് സംസ്ഥാനത്തിന്റെ പേര് ചോദിക്കും, അതുകൂടി നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ കൃത്യമായി നമ്മുടെ പേര് വിവരങ്ങൾ അതിൽ കാണിക്കും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടുള്ളതാണ്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ മുൻപത്തെ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ചാണ്. അതിന് സെർച്ച് ബൈ എപ്പിക് എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഗ്രീൻ ബട്ടണിൽ കാണുന്നത് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ഗ്രീൻ ബട്ടണിൽ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഭാഗങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മുടെ പേര്, ജെൻഡർ, വയസ്സ്, മെയിലാണോ ഫിമെയിലാണോ, പിന്നെ നമ്മുടെ താമസിക്കുന്ന ജില്ല ഏത്, സ്റ്റേറ്റ് ഏത് എന്നൊക്കെയുള്ള വിവരങ്ങൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഭാഗങ്ങളാകും. അതെല്ലാം തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിക്കും, അതുകൂടി കൃത്യമായി അതിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ വിവരങ്ങൾ അതിൽ കാണിക്കും. അത് വ്യക്തിഗത വിവരങ്ങൾ, നമ്മുടെ പേരുൾപ്പെടെ എല്ലാം പറയുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ തെറ്റാതെ എൻ്റർ ചെയ്യണം. നമ്മുടെ പേരിന്റെ സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യണം. അവസാനമായി ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ പേര് അതിലുണ്ടോ, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയും ഒരു ക്യാപ്ച കോഡ് ഉണ്ട്. ആ ക്യാപ്ച കോഡ് കൃത്യമായി അടുത്ത കോളത്തിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായി എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ വിവരങ്ങൾ അതിൽ വരുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ടെലിഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ അതോ നമ്മൾ പുറത്താണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിന് വളരെ സിമ്പിളായിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പേജിൽ മൂന്നാമത് കിടക്കുന്ന സെർച്ച് ബൈ മൊബൈൽ എന്ന് പറയുന്ന ചുവന്ന കളറിൽ ഉണ്ടാവും. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ആദ്യം സെർച്ച് ബൈ എപ്പിക്കിൽ പോയി, രണ്ടാമത് സെർച്ച് ബൈ ഡീറ്റെയിൽസിൽ പോയി, മൂന്നാമത്തെ ഓപ്ഷനായ സെർച്ച് ബൈ മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്കാണ് പിന്നീട് നമ്മൾ പ്രവേശിക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വരുന്ന അടുത്ത പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ബൈ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഒരു കോളം അവിടെ ഉണ്ടാവും. ആ കോളത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് വ്യക്തിഗത വിവരങ്ങളെക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം അവിടെ തെറ്റാതെ എൻ്റർ ചെയ്താൽ മാത്രം മതി. മൊബൈൽ നമ്പർ കൃത്യമായി അവിടെ നൽകിയതിനു ശേഷം താഴെ നോക്കുക. താഴെ ക്യാപ്ച കോഡ് ഉണ്ടാകും. ആ ക്യാപ്ച കോഡും കൃത്യമായി എൻട്രൻസ് ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ OTP തിരികെ വീണ്ടും ആ പേജിൽ തന്നെ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടാകും. അവിടെ OTP കൃത്യമായി എൻ്റർ ചെയ്യുക. OTP നമ്മുടെ മൊബൈലിൽ SMS ആയിട്ടായിരിക്കും വരുന്നത്. ആ SMS വന്ന OTP നമ്മുടെ സെർച്ച് ബാറിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് അതിൽ OTP കൊടുക്കാനുള്ള ഭാഗമുണ്ട്. ആ OTP കൊടുക്കാനുള്ള ഭാഗത്ത് തെറ്റാതെ OTP കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ
വിവരങ്ങൾ അതിൽ കൃത്യമായും തെളിഞ്ഞു വരുന്നതാണ്. നമുക്കതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ പുറത്താണോ എന്നൊക്കെ. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ പുറത്താണോ എന്നുള്ള കാര്യം അറിയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പുറത്തായവർ തീർച്ചയായും ഈ പറയപ്പെടുന്ന 12 രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. BLOമാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് വേണ്ട സംശയത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുക. നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് BLOമാർ ഇന്ന ദിവസം നമ്മുടെ വീട്ടിലെത്തും എന്നുള്ള വിവരം. അതനുസരിച്ച് വീട്ടിൽ ആളുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ പ്രവാസികളാണെങ്കിൽ നോർക്ക റൂട്ട്സിൽ അത്യാവശ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ അവരുമായി നമുക്ക് BLOമാർ ഇവിടെ വന്ന് ചില സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതാണ്. അതിനനുസരിച്ച് അവർ സൗകര്യം ഒരുക്കി വയ്ക്കുക എന്നൊക്കെയുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായും ഈ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലൂടെ പരിശോധിക്കുക. സിമ്പിളാണ് ഈ വെബ്സൈറ്റ്. അതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ, മൊബൈലിലേക്ക് ഈ പറയപ്പെടുന്ന വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായും നിങ്ങളുടെ വിവരങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, ഭയപ്പെടണ്ട. ഇനി വേണമെങ്കിൽ കൃത്യമായ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ ഞാൻ ചെയ്തു തരുന്നതാണ്. എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്ന് ചോദിച്ചു മൊബൈലിലൂടെ തന്നെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.